ഭർത്താദത്തചരും മുനീന്ദ്രദയിതാ ദത്വാ സ്വമാത്രേ പുരാ ക്ഷാത്രം മാതുരഹോ സ്വയം വിധിവശാദാദച്ചരും ഗാധിജ ഘോരോ ദണ്ഡധരോ ഭവൻ മുനിഗിരാ തൽപുത്രജോ ഭൂപജോ വിശ്വാമിത്ര മഹാമുനിശ്ച വിമല സാഭൂന്നദീ കൗശികി. പണ്ട് ആ ഗാധിപുത്രിയായ മുനിപത്നി, അതായത് സത്യവതി, ഭർത്താവ് തനിക്ക് തന്ന ചരു സ്വന്തം അമ്മയ്ക്ക് കൊടുത്ത് അമ്മയുടെ ക്ഷാത്രമായ ചരു വിധിനിയോഗം കൊണ്ട് സ്വയം ആഹരിച്ചു. മുനിയുടെ വാക്കിനാൽ അവളുടെ പുത്രന്റെ പുത്രൻ ക്രൂരനും ആയുധധാരിയുമായി മാറി. രാജാവിൻ്റെ പുത്രൻ വിശ്വാമിത്ര മഹർഷിയായി. വിമലയായ അവളാകട്ടെ കൗശികി എന്ന നദിയായി തീർന്നു. ഒരേ കാലത്തിൽ സത്യവതിക്കും അവളുടെ മാതാവിനും സന്താനമുണ്ടാകാനായി ഋചീകൻ മന്ത്രം ജപിച്ച് യഥാക്രമം ബ്രാഹ്മണ ചൈതന്യവും ക്ഷാത്ര ചൈതന്യവുമുള്ള ചരുക്കൾ തയ്യാറാക്കി. അമ്മയുടെ അപേക്ഷയെ മാനിച്ച് സത്യവതി തൻ്റേത് അമ്മയ്ക്ക് നൽകി. അമ്മയുടെ ചരു വാങ്ങി ഭക്ഷിച്ചു. അക്കാരണത്താൽ അവളുടെ പുത്രൻ ക്രൂരനും ആയുധധാരിയും ക്ഷത്രിയ സ്വഭാവം ഉള്ളവനും ആകുമായിരുന്നു. പക്ഷേ സത്യവതി താണുകേണ അപേക്ഷിച്ചപ്പോൾ മുനി അനുഗ്രഹിച്ചതിനാൽ ആ ദൂഷ്യഫലം പൗത്രനിലാണ് പ്രകടമായത്. പൗത്രനായ പരശുരാമൻ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയ സ്വഭാവം കാണിച്ചു. ഗാധിപുത്രനായി ജനിച്ച വിശ്വാമിത്ര മഹാരാജാവ് പിൽക്കാലത്ത് തപോബലം കൊണ്ട് വിശ്വാമിത്ര മഹർഷി എന്ന പ്രസിദ്ധ തപസ്വിയുമായി. ജീവിതാന്ത്യത്തിൽ സത്യവതി പരിശുദ്ധയായ കൗശികി നദിയായി മാറി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.